പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഈ മെലിയാനും അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഇതാക്കി. അതെ, ഞാനൊരു 6 മാസം പഠിച്ചായിരുന്നു മെലിയോ എന്നൊക്കെ പറഞ്ഞു, വയറ് കുറയോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഈ യോഗ മാസ്റ്ററോട് ചോദിച്ചു വയറ് കുറയോ. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എങ്ങനെ ഇരിക്കേണ്ടതോ. ചേച്ചി എങ്ങനെ ഇരിക്കണേന് എന്ത് കുഴപ്പമുള്ളേ? സത്യം അതല്ല, എന്റെ സ്വന്തം വിചാരം ഞാൻ കഴുത്തിന്റെ അടിയിലേക്ക് ഞാനൊരു ശില്പാ ഷെട്ടിയാണെന്നാണ്. സാധാരണ ആ സമയത്ത് ഞാൻ യോഗ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പൊ ഇല്ലാട്ട സത്യമായിട്ടില്ല, ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവർ പോകുന്നില്ലേ, അത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ ഇരിക്കണ എല്ലാവരും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ എത്ര വയ്യെങ്കിലും എല്ലാരെയും പിടിച്ച് അങ്ങനെയൊക്കെ ഇരുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചേച്ചി അങ്ങനെ വിജയേട്ടനെയോ ദക്ഷിണയോ അമ്മയോ ആരെങ്കിലും ഇതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? എന്റെ അമ്മ എന്നും ചെയ്യും, യോഗ ചെയ്യും. എന്നും പ്രാണായാമം നിർബന്ധമായിട്ട് ചെയ്യും, മെഡിറ്റേഷനും ചെയ്യും. പിന്നെ ചെറിയ ചെറിയ യോഗ, ഇങ്ങനെ സൂര്യ നമസ്കാരം അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യും. ബിജുവേട്ടനും മോനും അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യമില്ല. ഞാൻ ഇതിനു മുന്നേ വിജയേട്ടൻ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിച്ചായിരുന്നു, സമയത്ത് ചേച്ചി യോഗ പഠിപ്പിച്ചു. ഇനി എന്ത് ചോദിച്ചാലും വിജയേട്ടന് ഒറ്റ ആൻസറേ ഉള്ളൂ, ഇല്ല, അങ്ങനെയില്ല. ഇല്ല, വിജയേട്ടന് പഠിപ്പിക്കാൻ പറ്റില്ല. ആണോ? ചേച്ചി എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ അതിന്? ചിലപ്പോ ഒക്കെ ഇങ്ങനെ വന്ന് ചോദിക്കും, ഇങ്ങനെയുള്ളതിന് എന്താ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന്. പക്ഷെ നമ്മള് ഭർത്താവിനെ, മക്കളെ, മറ്റേ സിബ്ലിങ്സിനെ ഒന്നും പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരായിട്ടുള്ള നല്ല ബന്ധം നിലനിർത്താൻ. അതെ, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കും. പിന്നെ മാത്രല്ല, ഈ ഭാര്യ പറയുമ്പോ നമുക്കൊരു വിലയില്ലല്ലോ. ഇത് വേറെ ആരെങ്കിലും പറയുമ്പോ ശരിയാണ്, അന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണ് പറഞ്ഞു എന്നൊക്കെ പറയും. അല്ല, നമ്മുടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഭക്ഷണത്തില്, നമ്മുടെ ആരോഗ്യത്തില്, നമ്മുടെ ഫിഗറിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആവുന്ന ഒരു സമയമില്ലേ? അങ്ങനെ അപ്പൊ വിജയേട്ടനോട് ചേച്ചി എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല, വിജയേട്ടനോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആണല്ലേ? നിർഗുണ പരബ്രഹ്മം. അല്ല, നിർഗുണ പരബ്രഹ്മം അല്ല കേട്ടോ, അത് തെറ്റായ വാക്കാണ്. അങ്ങനെയല്ല, ബിജുവേട്ടന് എഫക്ട് ചെയ്യില്ല, നമുക്ക് മാറ്റാൻ പറ്റില്ല. ചേച്ചി അതിന് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര തവണ പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. മോനോട് എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? മോനെ ഞാൻ ഇടയ്ക്കൊക്കെ പറയും. പിന്നെ അവനും താല്പര്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ കുട്ടികളെ ഒരു പരിധിക്ക് കൂടുതൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനോടുള്ള താല്പര്യം പോവും. പക്ഷെ അവൻ ചെയ്തോളും കുറച്ച് കഴിഞ്ഞാൽ. ആ കോൺഫിഡൻസ് ചേച്ചിക്കുണ്ടോ? എന്തായാലും ചെയ്യും. ആണോ? അതെന്തുകൊണ്ടാ അത്ര ഒരു കോൺഫിഡൻസ് വരെ കാര്യം? അത് കുറച്ച് കാലം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കുത്തുവാല എടുക്കുമ്പോ എന്തായാലും ചെയ്യാൻ തുടങ്ങുമ്പോ. 16 വയസ്സുള്ള കൊച്ചിനെ കുറിച്ചാണ് ഈ പറയുന്നത്.